ഹലോ ഗൈസ്, വെൽക്കം. ഇന്ന് നമ്മൾ പുതിയൊരു അക്കൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ പ്ലസ് കോഡ് ബിൽഡിങ് ചെയ്യാനാണ് വന്നത് ഗൈസ്. ഞാൻ യൂസ് ചെയ്തിരുന്ന അക്കൗണ്ട് വിറ്റിട്ടുണ്ട്. അപ്പം അതിന് പകരം നമുക്ക് ഒരു ബീസ്റ്റ് അക്കൗണ്ട് വാങ്ങി. അപ്പോൾ നമുക്ക് അക്കൗണ്ട് കാണാം ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്ലേയേഴ്സിനെ നോക്കാം. പൊസിഷനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്കേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൈസ്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ റീസെൻ്റ്ലി വന്ന പെലെയുടെ ബീസ്റ്റ് കാർഡാണിത്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഈ കാർഡ്. പിന്നെ നമുക്കുള്ളത് പുസ്കസ്, fox in the box, and one of the great card in the game, Romanic പോച്ചറാണ് വരുന്ന കാർഡ്. പിന്നെ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ കിട്ടിയതാണ്. ഇപ്പോൾ നമ്മുടെ എപ്പിക് ബോക്സ് ഡ്രോ എന്നല്ല അതിന്. പിന്നെ എറ്റോ പൊച്ചറെറ്റോ. പിന്നെ നമുക്ക് ഡെമ്പല്ലേ ഉണ്ട്, ബിഗ് ടൈം. ഇപ്പം റീസെൻ്റ്ലി വന്ന കാർഡാണ്. ബെല്ലെ ഗോൾ പോച്ചറാണ് വരുന്നത്. പിന്നെ സ്റ്റോക്കോ ബർക്കമുണ്ട് ഗൈസ്, ബ്ലിറ്റ്സ് കാർഡർ മറ്റേ പാക്കിൽ വന്നത്, അത് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഡേവിഡ് ഫിയ, ഇവരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ നെയ്മർ. പിന്നെ ജുരൂഡുണ്ട്, ഒലിവർ ജുരൂഡ് ടാർഗറ്റ് മാൻ പ്ലേ സ്റ്റൈലാണ് വരുന്നത്. ജുരൂഡ് ഡ്രോപ്പ്. ഇത്ര സ്ട്രൈക്കേഴ്സ് കാർഡാണ് ഗൈസ് നമുക്കുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് സ്ട്രൈക്കർ നോക്കാം. സെക്കൻഡ് സ്ട്രൈക്കറിൽ ക്രൈഫിൻ്റെ ഒരു മുമ്പ് വന്നൊരു കാർഡുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾ പ്ലെയർ മാർഡോണ. പിന്നെ ബെസ്റ്റ് ബ്ലഡ്സ് ഇൻ ദ ഗെയിം, ലയണൽ മെസ്സിൻ്റെ ഒരു പസഫിക് വിന്നർ മെസ്സി. ഈ അക്കൗണ്ട് പിന്നെ ഗൈസ് ബെസ്റ്റ്, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ബെസ്റ്റ് കാർഡ്സാണുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഡ്രീം അക്കൗണ്ടും കൂടെയാണിത്. പിന്നെ ഇനിയസ്റ്റയുടെ ഹോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ. ഡൈസിൻ്റെ ഒരു ഹൈലൈറ്റ് കാർഡ് കുഴപ്പമുണ്ട്, കളിപ്പിച്ച് നോക്കിയിട്ടില്ല. ഇതിൽ കുറേ കാർഡ്സ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇപ്പം കിട്ടിയതേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് AMF നോക്കാം. AMF ഇപ്പം വന്ന ബെല്ലിംഗം 107 റേറ്റിംഗ് വന്ന ബെല്ലിംഗാണിത്. ഇപ്പം പുതിയതായിട്ട് വന്ന ബെല്ലിംഗ്. കളിപ്പിച്ച് നോക്കിയിട്ടില്ല, ഒരു മാച്ച് കളിച്ചിട്ടുള്ളൂ ഇതിട്ട്. ബെല്ലിംഗം ഹോൾ പ്ലെയർ. പിന്നെ ക്രൈഫ്, ഇപ്പം നമ്മുടെ പെലെ പുസ്കസിൻ്റെ ബാക്കിലുള്ള ക്രൈഫ് ഹോൾ പ്ലെയർ. സിംഗിൾ പോസ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡബിൾ പോസ്റ്റർ ഉണ്ട് നമ്മുടെ. ഇനിയസ്റ്റ AMF ഹോൾ പ്ലെയർ തന്നെയാണ്. ഹോൾ പ്ലെയർ. പിന്നെ മത്യൂസ് ഹോൾ പ്ലെയർ. നമുക്ക് DMF ഇട്ടും കളിപ്പിക്കാം, നല്ലൊരു കാർഡാണ്. ഹോണേഴ്സ്, എൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. കുട്ടി ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ കുട്ടിയാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്.
പിന്നിപ്പം എത്ര MF ആണ് നമ്മുടെ ഉള്ളത് ടോപ്പായിട്ടുള്ള. നെക്സ്റ്റ് നമുക്ക് LMF റാഫേലിയോ ഉണ്ട് ഗൈസ്. നല്ലൊരു കാർഡാണ് LMF. സ്ട്രൈക്കർ ഇട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്, ഓൾ പ്ലെയർ. പിന്നെ ഡൊണോഡോണി LMF തന്നെയായിരുന്നു അവന്. പ്ലേയിങ് സ്റ്റൈൽ എന്നിട്ട് ഓൾ പ്ലെയർ. പിന്നെ നമ്മുടെ സിറ്റിയുള്ള ഒമർ മർമോഷ് നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഞാൻ കളിപ്പിച്ചിട്ടില്ല, കളിപ്പിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. നമ്മുടെ ഡെനിൽസൻ്റെ സിംഗിൾ ബൂസ്റ്റർ അത്രയാണ് അത് നമുക്ക് LMFിലുള്ളത്. നമുക്ക് CMF സ്കോൾസ് ഉണ്ട്, സ്കോൾസ് എനിക്കും എല്ലാ കാർഡും ബെസ്റ്റ് കാർഡ് തന്നെയാണ്. ഈ കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബെക്കാം ഉണ്ട്, നമ്മുടെ ഡേവിഡ് ബെക്കാം. പിന്നെ നമുക്കിപ്പം ബെക്കാമിൻ്റെ ഫ്രീ കാർഡുണ്ട്, വിൽഷെയറിൻ്റെ ഒരു കാർഡുണ്ട്. ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ നമ്മുടെ ഇൻസാഗിയുടെ മാനേജർ പാക്കിൽ നിന്നുള്ള കാർഡ്സാണ് ഇതൊക്കെ. സോ നെക്സ്റ്റ് DMF നോക്കാം നമുക്ക്. DMFിൽ ബർക്കംബർ ഇപ്പോൾ വന്ന കാർഡാണ്. ബർക്കംബറിൻ്റെ DMF ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്ന കാർഡ്. പിന്നെ നമ്മുടെ റൈക്കാർഡിൻ്റെ ഡിസ്ട്രോയർ കാർഡുണ്ട്. റൈക്കാർഡ് ബെസ്റ്റ് കാർഡാണ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത് രണ്ടും ഫസ്റ്റ്. പിന്നെ നമ്മുടെ ഈ അക്ടോറയും ഓർക്കസ്ട്രേറ്ററാണെന്ന് തോന്നുന്നു. ഓർക്കസ്ട്രേറ്റർ നല്ലൊരു കാർഡാണത്. പിന്നെ നമ്മുടെ സീഡോർഫ് ബോക്സ് ടു ബോക്സ്, നമ്മുടെ മാൽഡീനി ടൂറാൻ ബാക്കിലുള്ളതാണ് സീഡോർഫ്. പിന്നെ നമുക്ക് DMF ഡിജോങ് ഉണ്ട്. ഡിജോങ് വൺ ഓഫ് ദ ബെസ്റ്റാണ്, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വാൻഡിജിക്കിൻ്റെ ബാക്കിലുണ്ടായിരുന്നു ഡിജോങ്, വാൻഡിജിക് ബെല്ലിംഗം ബാക്കിലുണ്ടായിരുന്നു, ബെസ്റ്റ് കാർഡാണ്. പിന്നെ നമുക്കുള്ളത് ഗ്രാവൻ ബ്രിഡ്ജ്. ഞാൻ കളിപ്പിച്ചിട്ടില്ല, കളിപ്പിച്ച് നോക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. റൂബൻ നെവസ് ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണ്. കാൻഡേ ഫ്രീ കാർഡ്. സോ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ബാക്ക് ബെസ്റ്റ്. നമുക്ക് രണ്ട് അറ്റാക്കിംഗ് ബാക്ക് ഉണ്ട്, ബെസ്റ്റ് കാർഡ്. ഒന്ന് നമ്മുടെ കഫു, ഒന്ന് ഡിക്സൺ. പിന്നെ ഗെയിമിൽ തന്നെ ബെസ്റ്റ് കാർഡ് തുറം, ഡിഫെൻഡിങ് ഫുൾ ബാക്ക്. പറയണ്ടല്ലോ പിന്നെ ആ കാർഡിനെ കുറിച്ച്. ഡിഫെൻസീവ് ഫുൾ ബാക്ക്. സോ അതാണ് നമ്മുടെ റൈറ്റ് ബാക്ക് നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ലെഫ്റ്റ് ബാക്ക് നോക്കാം. ലെഫ്റ്റ് ബാക്ക് പാലോ മാൽഡീനി. പറയണ്ടല്ലോ മാൽഡീനിനെ കുറിച്ച്, ബെസ്റ്റ് കാർഡ് തന്നെ. ലെഫ്റ്റ് ബാക്കിലെ ബെസ്റ്റ് കാർഡ് ഡിഫൻസ്. നമ്മുടെ സിംഗിൾ ബൂസ്റ്റർ ഉണ്ട് നമ്മുടെ രണ്ട് കാർഡ്. പിന്നെ റോബർട്ടോ കാർലോസ്. നമുക്ക് മുമ്പ് കഫു കാർലോസൊക്കെ വന്ന ടൈമുള്ള കാർലോസാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നോക്കട്ടെ എങ്ങനെയാണെന്ന്. പിന്നെ നമുക്ക് അടുത്ത് സ്റ്റോപ്പറിലോട്ട് നോക്കാം. ആൻറ്റിജിക് ബെസ്റ്റ് ബിൽഡപ്പ് കാർഡെന്ന് തന്നെ പറയാം ഗെയിമിൽ. ഹൈലൈറ്റ് പോകുന്ന കാർഡ്. പിന്നെ നമ്മുടെ മാർട്ടിൻ ഡെമച്ചൽസ്. എനിക്ക് തോന്നുന്നു റുമീൻ്റെ പാക്കിൽ വന്ന പോലൊരു ഓർമ്മയുണ്ട്. യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു നല്ല കാർഡായിരിക്കുമെന്ന് നമുക്ക് കളിപ്പിച്ച് നോക്കണം. വർക്കാമിൻ്റെ സിംഗിൾ പോസ്റ്റർ ഫ്രീ ആണ്.
സോ അതാണ് 2 സ്റ്റോപ്പർ, നമ്മുടെ 3 സ്റ്റോപ്പർ. സോ നെക്സ്റ്റ് നമുക്ക് കീപ്പർ, 2 കീപ്പറെ പിന്നെ പറയണ്ടല്ലോ, ബൊഫൻ, സ്കെമച്ചൽസ്. ബൊഫൻ വന്നിട്ട് ഡിഫൻസീവ് ഗോൾ കീപ്പർ, 2 പേരും ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. രണ്ടുപേരും മാറ്റി ഇറക്കാം, അങ്ങനത്തെ കാർഡ്സാണ് ഇത്. 2 പേരും ബെസ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്തുള്ള കാർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാനേജേഴ്സ് നോക്കാം. മാനേജേഴ്സ് നമുക്ക് ക്രൈഫ് കൊണ്ട് പൊസിഷൻ ഗെയിം ഔട്ട് വൈഡ് കളിപ്പിക്കാൻ പറ്റും. പിന്നെ റൈക്കാർഡ് പൊസിഷൻ ഗെയിം ലോക്ക് ബോൾ കൗണ്ടർ. പിന്നെ നമ്മുടെ മെയിൻ കോച്ച് ലോക്ക് ബോൾ കൗണ്ടർ ഇൻസാഗി, ബെസ്റ്റ് കോച്ച് എന്ന് പറയാം, 1 ഓഫ് ദ ബെസ്റ്റ് കോച്ച് എന്ന് പറയാം ഗെയിമിൽ. പിന്നെ സാബി അലോൺസോ ക്വിക്ക് കൗണ്ടർ പ്ലസ് പൊസിഷൻ ഗെയിം. ഓക്കെയാണ് ഈ കാർഡ്, പക്ഷേ ഡിഫൻസ് ചെറിയൊരു ഉണ്ട്, എന്നാലും അറ്റാക്ക് ബെസ്റ്റാണ് ഈ കാർഡ്. പിന്നെ ബ്രൂക്ക് കൗണ്ടർ പ്ലസ് ഔട്ട് വൈഡ് കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നോക്കേക്കാം. സോ നമുക്കടുത്ത് നമ്മുടെ സ്ട്രൈപ്സ് ഇപ്പം കുറേ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് കൂടെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പം ഞാൻ നോർമലി 4-2 ആണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് ഇട്ടാലേ 4-2 ഇടാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം പ്ലേയേഴ്സിന് ഇടാം. സോ ഒരു പൊസിഷനായിട്ടിട്ട് നമുക്ക് വരാം. സോ ഫസ്റ്റ് കീപ്പറിൽ നിന്ന് വരാം. സോ GK സ്കിമ്മച്ചൽസ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് തന്നെ നമുക്ക് ബെഞ്ചിലിടാം എന്തായാലും. സോ നെക്സ്റ്റ് LB. ഓക്കെ, LB നമുക്ക് മാൽഡിനി. ഓക്കെ, LB ആദ്യം നമുക്കെന്നാൽ കോച്ചിനെ എടുക്കാം. അപ്പോൾ ബെസ്റ്റ് റേറ്റിംഗ് പ്ലേയേഴ്സിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കോച്ചിനെ ഇടാം. ഞാനിപ്പം പ്രിഫർ ചെയ്യുന്നത് ഇൻസാഗി തന്നെയാണ്. ഇൻസാഗി. സോ ഇനി നമുക്ക് ബാക്കി പ്ലേയേഴ്സിനെ എടുക്കാം. ലെഫ്റ്റ് ബാക്ക് മാൽഡിനി. CB, ഒരു ബിൽഡപ്പ് CB ഇടണം. സോ ആൻറ്റിജിക് ഫോർ ഷുവർ ഗൈസ്. ആൻറ്റിജിക് നമുക്ക് ഡിസ്ട്രോയറായിട്ട് ഇപ്പം മിച്ചൽസിനെ ഇട്ട് നോക്കാം. നെക്സ്റ്റ് റൈറ്റ് ബാക്ക് ഇപ്പം തുറാം. ഓക്കെ, സോ നെക്സ്റ്റ് DMF. ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒന്ന് റെക്കാർഡ്, ഒന്ന് ബോക്സ് സീഡോർഫ്. അപ്പോൾ അത് അവിടെ നമുക്ക് മാറ്റാം, 2 പ്ലേസ് അവിടെ ഇട്ട്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് തന്നെയാണ് 4-2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് AMF പോകാം. സോ AMF Iniesta. ഓക്കെ, ഇനിയൊരു AMF സൈഡിൽ ബെസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ മെസ്സിയുടെ കാർഡാണ്. മെസ്സി. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് 2 സ്ട്രൈക്കേഴ്സ്. ഞാൻ പ്രിഫർ ഓൾവേസ് എട്ടോ റൂമി. ബെസ്റ്റ് കോംബോ ആണ് ഗെയിമിൽ. ഓക്കെ, എട്ടോ റൂമി. സോ നെക്സ്റ്റ് നമുക്ക്
പെലയുണ്ട്. പെലയെ അധികം ഞാൻ കളിച്ച ഇതായിട്ടില്ല. നമുക്ക് പെലേനെ കളിപ്പിച്ച് നോക്കണം ഇനി തന്നെ. ഓക്കെ, നമുക്ക് ഇനി സബ്ബിടാം. പെലെ, പുസ്കാസ്, ബെല്ലിംഗം. സോ ബെല്ലിംഗം നെക്സ്റ്റ് അവർ രണ്ടുപേരും വിളിച്ചോളൂ. അവിടെ നമ്മുടെ ഡെമ്പല്, ക്രൈഫ് നമുക്ക് മെസ്സി മാറ്റിയിട്ട് അവിടെ ഇറക്കാം. ഇപ്പം സൈഡിൽ ഇറക്കാം. മെത്തേസ് നമുക്ക് IMF-ഉം DMF-ഉം കളിപ്പിക്കാം. CMF ഓൾസോ. വെൽക്കം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് ആവശ്യം നമ്മൾ DMF ഓൾറെഡി വിട്ടിട്ടുണ്ട് നമ്മളവിടെ. നെക്സ്റ്റ് 2 DMF. ഓക്കെ, രണ്ട് പ്ലേസ് കൂടെ നമുക്ക് ഇടണം. അപ്പോൾ നമുക്ക് റാഫേലിയോ സ്ട്രൈക്കറും കളിക്കും, AMF-ഉം കളിക്കും. സോ 1 more player. നമുക്ക് ഇനിയിപ്പോൾ ഒരു പ്ലെയർ ഈ പിള്ളോട് ബ്ലിറ്റ്സ് കാർഡിടാം. അത് വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡാണ്. സോ ഇതാണ് നമ്മുടെ സ്ക്വാഡ്.